ഏഞ്ചൽ വൺ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എങ്ങനെയാണ് നമ്മുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് പൈസ പിൻവലിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതെന്നും അതുപോലെ തന്നെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ SIP ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ SIP എങ്ങനെ നമുക്കതിനെ സ്റ്റോപ്പ് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മ്യൂച്വൽ ഫണ്ടുകൾ സംബന്ധിച്ച് സ്റ്റോക്ക് മാർക്കറ്റ്, ബാങ്കിങ്, ഫിനാൻസ് മേഖലയുമായി സംബന്ധിച്ചുള്ള കൂടുതൽ വീഡിയോസുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ എങ്ങനെയാണ് പൈസ പിൻവലിക്കേണ്ടത് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഏഞ്ചൽ വൺ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഡിഫോൾട്ടായിട്ട് കിടപ്പുള്ളത്. അപ്പോൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകൾ കാണുന്നതിന് നമുക്ക് ഇവിടെ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് മ്യൂച്വൽ ഫണ്ട് സെഗ്മെന്റിലേക്ക് വരാം. ഇവിടെയാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒക്കെയുള്ള ഓപ്ഷൻ ഉള്ളത്. നമ്മൾ വാങ്ങിയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളെല്ലാം തന്നെ ഇവിടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പോർട്ട്ഫോളിയോയിലാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ വാങ്ങിയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നത്. അതുപോലെ നമ്മൾ SIP സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ SIP എന്ന് പറഞ്ഞത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ SIPകളെല്ലാം കാണാൻ പറ്റും. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SIP എന്ന് പറയുന്നത് നമുക്ക് എല്ലാ മാസവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ കൃത്യമായിട്ട് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുന്ന ഫണ്ടുകളായിരിക്കും. ഇപ്പോൾ നമുക്കിവിടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നതിൽ കാണുന്നത് നമ്മൾ ഒറ്റത്തവണ ഇൻവെസ്റ്റ് ചെയ്തതും അല്ലാതെ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തതുമായിട്ടുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നിലവിൽ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു തവണ ആയിരിക്കും, അതാണ് നമുക്ക് തിരിച്ച് പൈസ പിൻവലിക്കേണ്ടതെങ്കിൽ ഇവിടെ ഞാനിവിടെ കാണിക്കുന്നത് DSP ഇന്ത്യ എന്ന് പറയുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ് പൈസ പിൻവലിക്കുന്നത് കാണിക്കുന്നത്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഫണ്ട് കറണ്ട് വാല്യൂ എത്ര, ഇൻവെസ്റ്റ് ചെയ്തത് 500 രൂപയാണ്, ഇപ്പോൾ അതിൻ്റെ പൈസ കുറഞ്ഞിട്ട് 483 രൂപയായിട്ടുണ്ട്. 16 രൂപ റിട്ടേൺ ലോസിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ പലരും ഇപ്പോൾ ഈ ലോസ് കാണുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും പിൻവലിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരിക്കലുമില്ല. ഈ മ്യൂച്വൽ ഫണ്ടെല്ലാം വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോഴുള്ള മാർക്കറ്റിൻ്റെ അവസ്ഥ അനുസരിച്ചിട്ടാണ് പലരും മ്യൂച്വൽ ഫണ്ട് പിൻവലിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചാടിക്കയറി ആരും നിങ്ങളുടെ ഫണ്ടുകളിലൊന്നും പിന്മാറേണ്ട ആവശ്യമില്ല. കൂടുതൽ എമൗണ്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പലർക്കും അത്യാവശ്യമായിട്ട് പിൻവലിക്കണമെന്നുണ്ടെങ്കിലാണ് അതെങ്ങനെയെന്ന് കാണിക്കുന്നത്. അപ്പോൾ പൈസ പിൻവലിക്കുന്നതിന് വേണ്ടി നമുക്കിവിടെ ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ് കാണാൻ പറ്റും വലത് സൈഡായിട്ട്. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ വിഡ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. കണ്ടോ, നമുക്ക് ഇനിയും ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ഓൺ ടൈം എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും മറ്റൊരു ഫണ്ടിലേക്ക് നമ്മുടെ പൈസ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിവിടെ ഈ പൈസ പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളത് കാണിക്കുകയാണ്. ഇപ്പോഴുള്ള വാല്യൂ 483 രൂപയാണെങ്കിലും ഇത് 3 വർഷങ്ങൾ കഴിയുമ്പോൾ 3 വർഷം നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ പിൻവലിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ 40% വരെ നമുക്ക് റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അവർ കാണിക്കുന്നുണ്ട്. അതിന് നമ്മൾ 5 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 76% റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഫണ്ടാണ് നമ്മൾ ഒരു കാരണം ഇല്ലാതെ പിൻവലിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് പിൻവലിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ തിരിച്ച് പൈസ പിൻവലിക്കുക. അല്ല, ഞാനിവിടെ പിൻവലിക്കാൻ പോവുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ബാക്കി ഭാഗം കാണുക. ഇവിടെ വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതാണ് പിൻവലിക്കേണ്ടത്. വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എത്രയാണ് നമ്മൾ പിൻവലിക്കേണ്ടതെന്ന് നമുക്കിവിടെ ഇപ്പോൾ നിങ്ങളൊരു 10,000 അല്ലെങ്കിൽ 1,00,000 രൂപ ഇട്ടിട്ടുണ്ട്, ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും ഒരു കുറച്ച് എമൗണ്ടാണ് പിൻവലിക്കേണ്ടതെങ്കിൽ ആ പിൻവലിക്കേണ്ട എമൗണ്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലുള്ള ഫുൾ എമൗണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്രയും എമൗണ്ട് നമുക്ക് പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇവിടെ കണ്ടോ വിഡ്രോ ഫുൾ എമൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ ആ എമൗണ്ട് ഫുള്ള് ഇവിടെ കാണിക്കും. അതിനുശേഷം വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ താഴെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണിക്കും. ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാണിക്കും. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും ഞാനിവിടെ ബാങ്ക് ഓഫ് ബറോഡയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഏതാണോ ആഡ് ചെയ്തിട്ടുള്ളത് ആ അക്കൗണ്ടിലായിരിക്കും വരുന്നത്. അപ്പോൾ എസ്റ്റിമേറ്റ് ക്രെഡിറ്റ് ഡേറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ പിൻവലിക്കുന്ന 14 16-ാം തീയതി വരും. അതായത് 48 മണിക്കൂറിനുള്ളിൽ ഇത് ക്രെഡിറ്റ് ആവുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നേരിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലാണ് ഇത് ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ ഓക്കെ ആണെങ്കിൽ നമുക്കിവിടെ കൺഫേം വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ താഴെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത് ആകുമ്പോൾ ഓർഡർ പ്ലേസ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അതിനുശേഷം നമുക്കിവിടെ നോക്കുമ്പോൾ ഓർഡർ പ്ലേസ്ഡ് സക്സസ്ഫുള്ളി, ഓർഡർ സെൻഡ് ടു എക്സ്ചേഞ്ചിലേക്ക് നമ്മുടെ ഓർഡർ അയച്ചിട്ടുണ്ട്. അത് ഇനി പ്രോസസ്സിംഗ് എക്സ്ചേഞ്ച് കാണിക്കും. അത് കഴിഞ്ഞ് പോർട്ട്ഫോളിയോ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ആ എമൗണ്ട് കുറവ് ചെയ്തായിരിക്കും കാണിക്കുന്നത് പോർട്ട്ഫോളിയോ. ഇനി നമുക്കിവിടെ വ്യൂ ഓർഡർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ പ്രോഗ്രസ് പോർട്ട്ഫോളിയോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോകാം. അപ്പോൾ നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കണ്ടോ, നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ മെയിൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ മെയിൻ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഓപ്ഷൻ എടുക്കൂലേ, അതായത് നമുക്ക് ഇവിടെ മ്യൂച്വൽ ഫണ്ട് ഒന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ വരുമ്പോൾ അതായത് നമ്മൾ ബാക്ക് പോയിട്ട് ഇവിടെ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഇനി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത്. ഇവിടെ നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. അതിനുശേഷം ഇവിടെ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ് കാണാം. ഈ ഓർഡേഴ്സ് എന്ന് പറഞ്ഞതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ട് കിട്ടിയോ കംപ്ലീറ്റ് ആയോ എന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ പ്രോഗ്രസ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. ഇനി 2 ദിവസത്തിനുള്ളിൽ ഇവിടെ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ പൈസ ട്രാൻസ്ഫർ ആവുന്നത്. അപ്പോൾ ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഏത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന എമൗണ്ടും തിരിച്ച് നമുക്ക് പിൻവലിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, SIP ആണ് ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ SIP ആണ് ക്യാൻസൽ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഈ SIP എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ SIP ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ആണോ SIP സ്റ്റോപ്പ് ചെയ്യേണ്ടത് ആ ഫണ്ടൊന്ന് സെലക്ട് ചെയ്യാം. ഫണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ മുകളിൽ 3 ഡോട്ട്സ് ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് വീണ്ടും ക്ലിക്ക് ചെയ്യാം. കണ്ടോ, നമുക്ക് ക്യാൻസൽ SIP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് SIP ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ബാക്കി കാണിക്കാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത് ഏഞ്ചൽ ഫണ്ടിൽ നിന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.